ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ബീഹാർ, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ 2ാം ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആദായനികുതി റിട്ടേണുകൾ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി. റിട്ടേണുകൾ ഇന്നുകൂടി സമർപ്പിക്കാം. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം ഇന്നും തുടരും. 2ാം ദിനം 2 ബില്ലുകൾ പരിഗണനയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ 2 മരണം കൂടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ബീഹാർ, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ പൂർണിയയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ പൊതുവായും സീമാഞ്ചലിൽ പ്രത്യേകിച്ചും ഗുരുതരമായ ജനസംഖ്യാ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. जो भी घुसपैठिया है उसे बाहर जाना ही होगा. घुसपैठ पर ताला लगाना एनडीए की पक्की जिम्मेदारी है. जो घुसपैठियों को बचाने के लिए मैदान में आ जाए, मैं जरा उनको चुनौती देता हूं. आप घुसपैठियों को बचाने में चाहे जितना जोर लगा ले, आप घुसपैठियों को हटाने के संकल्प पर काम करते रहेंगे. ബീഹാറിൽ 40,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ 2ാം ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 2 ദിവസത്തെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് മുക്ത ഇന്ത്യ സാധ്യമാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളും സർക്കാർ ഏജൻസികളും കൈവരിച്ച പുരോഗതി സമ്മേളനം അവലോകനം ചെയ്യും. ആദായനികുതി റിട്ടേണുകൾ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി. റിട്ടേണുകൾ ഇന്നുകൂടി സമർപ്പിക്കാവുന്നതാണെന്ന് ആദായനികുതി വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 6 കോടിയിലധികം റിട്ടേണുകൾ ഇതുവരെ ലഭിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ITR ഫയലിംഗ്, നികുതി അടയ്ക്കൽ, മറ്റ് അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്കായി നികുതിദായകരെ സഹായിക്കാനായി 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതുതലമുറ GST പരിഷ്കാരങ്ങൾ പൗരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഒട്ടേറെ അവശ്യ വസ്തുക്കളുടെ GST 12-ൽ നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഗ്ലൗസ്, സ്പോർട്സ് കിറ്റുകൾ, ശാരീരിക വ്യായാമത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവയുടെ GST കുറച്ചു. സ്പോർട്സ് ഉപകരണങ്ങളുടെ GST കുറയുന്നത് കുട്ടികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കുകയും അവരുടെ കായിക ക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും. 2025 വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 5 വർഷത്തോളം ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്നവർക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്ന നിയമത്തിലെ വ്യവസ്ഥ സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെ സ്റ്റേ ചെയ്തു. സർക്കാർ ഭൂമി കയ്യേറി വഖഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട്. വഖഫ് ബോർഡുകളിൽ അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഈ വർഷത്തെ ക്യാമ്പയിൻ സ്വച്ഛോത്സവ്, ശുചിത്വത്തിന്റെ ഉത്സവമായി ആഘോഷിക്കും. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാലും CR പാട്ടീലും ന്യൂഡൽഹിയിൽ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ക്യാമ്പയിനോടനുബന്ധിച്ച് ശുചിത്വ പരിപാടികൾ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളുടെ സൗന്ദര്യവൽക്കരണം തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ശ്രീ മനോഹർ ലാൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലിതമാകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി.
ജൈവ ഇന്ധനങ്ങൾ, വൈദ്യുത വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജം എന്നിവ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗതാഗത മേഖല സുസ്ഥിരതയിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പാഞ്ചജന്യ ഇൻഫ്രാ കോൺഫ്ലുവൻസ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഓട്ടോമൊബൈൽ വ്യവസായമായി ഇന്ത്യ മാറിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജ ഉൽപാദനത്തിൽ രാജ്യത്ത് സംഭവിക്കുന്ന അഭൂതപൂർവമായ പരിവർത്തനമാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, പരിസ്ഥിതി സൗഹൃദ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഊർജ്ജ ലഭ്യത മെച്ചപ്പെടുത്തുക, ആഗോള കാലാവസ്ഥാ പ്രവർത്തനങ്ങളിലെ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ശുദ്ധമായ ഊർജ്ജോൽപാദനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ये हमारा फ्यूचर है. ऐसे ही प्रयासों से भारत तेजी के साथ क्लीन एनर्जी और क्लीन मोबिलिटी का एक रिलायबल सेंटर बनेगा. 2014 മാർച്ച് മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജശേഷി ഏകദേശം 3 ഇരട്ടി വർദ്ധിച്ച് 226.8 ജിഗാവാട്ടായി. നിലവിൽ പുനരുപയോഗ ഊർജ്ജവും ആണവോർജ്ജവും ഉൾപ്പെടെയുള്ള ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകൾ ഇന്ത്യയുടെ മൊത്തം ഊർജ്ജശേഷിയുടെ 49% സംഭാവന ചെയ്യുന്നു. സൗരോർജ്ജ ഉൽപാദനം 1,80,000 ജിഗാവാട്ട് അവർ ആയി ഉയർന്നതോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൗരോർജ്ജ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറി. PM കുസും പദ്ധതി സോളാർ പമ്പുകളിലൂടെ കർഷകരെ ശാക്തീകരിക്കുന്നു. 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ച് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്ന് വൈകിട്ട് 3:30 പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ന് നാരി ശക്തി വന്ദൻ അധിനിയത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് G. അഞ്ജന ദേവി സംസാരിക്കുന്നു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം തുടരുന്നു. 2ാം ദിനമായ ഇന്ന് 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബില്ലും 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബില്ലും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 17ാമത് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമർപ്പിക്കും. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ U. ഖേൽക്കറിന്റെ നേതൃത്വത്തിൽ CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് ഇന്ന് അട്ടപ്പാടിയിൽ തുടക്കമാകും. കേരളത്തിൽ SIR ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. രാവിലെ അട്ടപ്പാടിയിലെ വിദൂര പോളിംഗ് സ്റ്റേഷൻ ആയ ആനവായ് ഉന്നതിയിലാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നേരിട്ട് സന്ദർശിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ വിദൂര പ്രദേശങ്ങളിലുള്ളവരുടെ കൈവശവും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 20 മുമ്പായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആവശ്യമായ പരിശീലനം നൽകും. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം കേരളത്തിൽ 2 മരണം കൂടി സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 52 വയസ്സുകാരിയുടെയും കൊല്ലത്ത് 91കാരന്റെയും മരണമാണ് സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. 8 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺ നേടി. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക 7 പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ UAE ഒമാനെ 42 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ, പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവിമാരുടെ 2ാം ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആദായനികുതി റിട്ടേണുകൾ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള അവസാന തീയതി 1 ദിവസത്തേക്ക് കൂടി നീട്ടി. റിട്ടേണുകൾ ഇന്നുകൂടി സമർപ്പിക്കാം. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം ഇന്നും തുടരും. 2ാം ദിനം 2 ബില്ലുകൾ പരിഗണനയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കേരളത്തിൽ 2 മരണം കൂടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്.
ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെതിരെ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.